എല്ലാവർക്കും ഡ്രാമ റിവ്യൂ ചാനലിൽ സ്വാഗതം. ഇവനിങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി വന്നിട്ട് ഒരു വലിയ വാള കൊണ്ട് അവനെ വെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അവൾക്കതിന് പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ ആ വാള അവൻ്റെ കഴുത്തിൻ്റെ മുമ്പിൽ തന്നെ എത്തിയപ്പോഴത്തേക്കും അവൾ അങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അവൾ കണ്ണും തുറക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൻ പറയാണ്, എന്ത് നീ ചെയ്യാത്തത്, നീ എന്താണ് എന്നെ കൊല്ലാൻ വേണ്ടി അവളടുത്ത് ദേഷ്യത്തിൽ പറയുന്നുണ്ടായിരുന്നു. അവളെ പെട്ടെന്ന് തന്നെ ആ കത്തി എടുത്ത് മാറ്റുമ്പോൾ ആ കത്തിയുടെ മുമ്പിൽ അവൻ്റെ പവർ യൂസ് ചെയ്ത് അവൻ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ അവൾ പോലും അറിയാതെ ആ കത്തി അവൻ്റെ നെഞ്ചിൽ കൊത്തി ഇറങ്ങുന്നുണ്ട്. അവൻ കുറച്ചുകൂടെ ബലം കൊടുത്ത് ആ കത്തി ശക്തിയായിട്ട് അവൻ്റെ നെഞ്ചിലേക്ക് കുത്തി ഇറക്കുകയാണ്. അങ്ങനെ അവൻ്റെ വായിൽ നിന്നൊക്കെ ബ്ലഡ് വരുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വേറെ കുറച്ച് പേര് അവരെ പവർ യൂസ് ചെയ്ത് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ അവളെയും കൊണ്ട് അവിടെ നിന്ന് മാങ്ങി പോകുന്നുണ്ട്. എന്നിട്ടൊരു സേഫായിട്ടുള്ള സ്ഥലത്ത് അവനെ എത്തിയിരുന്നുണ്ട്. എന്നിട്ട് അവനൊട്ടും വയ്യാതെ അവളുടെ തോളിൽ തന്നെ അവൻ കിടക്കുകയാണ്. എന്നിട്ട് അവനെ വിളിച്ച് എണീപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ മുറിവിലൊക്കെ നോക്കി ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുകയാണ്. അവൾക്ക് നല്ല കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട്. അവൾ അറിയാതെ ചെയ്തതാണെങ്കിലും അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾക്ക് ആ ഒരു കുറ്റബോധമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ നല്ല വേദനയിലൊക്കെ ഇരിക്കുന്ന ഒരു സമയമാണ്. അവൻ്റെ നെഞ്ചിലിങ്ങനെ കൈ കൊണ്ട് തൊട്ട് നോക്കപ്പോഴത്തേക്കും അവൻ്റെ കൈ ഫുള്ളും ഇങ്ങനെ ബ്ലഡ് ആയിട്ടുണ്ടായിരുന്നു. അവൻ്റെ കൈ ഇങ്ങനെ വിറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത്യാവശ്യം ശക്തിയിൽ ആ മുറിവ് കൊണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ആഴത്തിലുള്ള മുറിവ് തന്നെയായിരുന്നു അതുണ്ടായിരുന്നത്. ആ സമയത്ത് അവൻ്റെ നെറ്റിയിലൊക്കെ ഒരു ലൈറ്റ് എനർജി പ്രൊഡ്യൂസ് ആവുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് വേറെ കുറച്ച് ആൾക്കാർ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അവരെ ഇങ്ങനെ നോക്കി അവൻ നിൽക്കുകയും ചെയ്യാണ്. അവൻ നല്ലപോലെ വേദനയും സഹിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ നെഞ്ചിൽ നിന്നൊക്കെ ബ്ലീഡിങ്ങും ബ്ലഡും ഒക്കെ കാര്യങ്ങളൊക്കെ വരികയും ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.